ഗുഡ് ഈവനിങ്. ഇത് സിഡ്നി റിട്ടയേർഡ് ബോയ്സ് എന്ന് ശശിധരൻ വേറെ വ്ളോഗുമായിട്ട് വ്ളോഗ് നമ്പർ 6. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഒരു കൾച്ചറുണ്ട്, അതായത് ബോട്ടിൽസ്, എം ടി ബോട്ടിൽസ്, പിന്നെ ഈ ഗ്ലാസ് ബോട്ടിൽസ് ആയാലും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആയാലും അതൊക്കെ ഡിസ്പോസ് ചെയ്യാനും, അത് ഡിസ്പോസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഇൻകം തരും. അതായത് നമുക്ക് ഈ കാണുന്ന എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുക റിട്ടേൺ ആൻഡ് ഏൺ. അപ്പോൾ ഈ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ മാനുഫാക്ചറേഴ്സ് എപ്പോഴും ഒരു 10 cents ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മെറ്റീരിയലിൻ്റെ, അതായത് ഈ ബോട്ടിലിൻ്റെ എം ടിയുടെ വാല്യൂ ആണത്. അപ്പോൾ ഇത് നമ്മൾ ഇവർക്ക് തിരിച്ചു കൊടുക്കാമെങ്കിൽ നമുക്ക് ആ 10 cents റീഫണ്ട് ചെയ്ത്. ഈ മെഷീനറി ഇത് അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാൻ സിസ്റ്റമാറ്റിക്കലി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പല ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതേസമയത്ത് റബ്ബിഷ് കളയാറില്ല, അവിടെ ഇവിടെയൊന്നും കളയാറില്ല. സ്ട്രെയിറ്റ് ഇതിൽ കൊണ്ടുപോയി ഇടും, അവരതിൻ്റെ കാശ് വാങ്ങിച്ചുകൊണ്ട് പോകും. ആ വൗച്ചർ കൊണ്ട് അവർക്ക് ഷോപ്പ് ചെയ്യാം. $10-100 ഉണ്ടാക്കുന്നവരുണ്ട്. ഇത് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോയി ഇതിൽ മെഷീനിലിട്ടിട്ട് കാശ് കൊണ്ട് പോകും. ഇതാണ് ഇവിടുത്തെ ഒരു കൾച്ചർ. നമ്മൾ പൈസ ഉണ്ടാക്കാനില്ലെങ്കിലും ശരിക്കുള്ള ഡിസ്പോസൽ ചെയ്തിട്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ്. അഗൈൻ ഈ ടൈം പാസ് വീഡിയോയിൽ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുമാതിരി സിസ്റ്റമൊന്നും നമ്മളെ നാട്ടിലില്ല. ബട്ട് സംബഡി ക്യാൻ ഡെവലപ്പ് ഇറ്റ്. ഈ മാനുഫാക്ചറിങ് ടൈമിൽ തന്നെ അവരത് പ്രോഗ്രാം ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊരു ബാർ കോഡ് ചെയ്തിട്ടാണ് അയക്കുന്നത് പ്രൊഡക്റ്റ്. അത് പണ്ട് സ്റ്റീഫൻ കോവി എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ റൈറ്റർ ആൻഡ് ഒരു വലിയ പാർട്ടി ഉണ്ടായിരുന്നു. ആ ചങ്ങാതി മിസ്റ്റർ സ്റ്റീഫൻ കോവി എന്ന് പറഞ്ഞ ആൾ കുറേ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്സിൻ്റെ ബുക്സും കാര്യമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിലെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ബിഗൺ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ്. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം, ഈ മാനുഫാക്ചറിൻ്റെ പ്ലാൻ കണ്ടില്ലേ, ഈ മുൻകൂട്ടി അതിനെ ഡിസ്പോസ് ചെയ്യേണ്ട ഒരു മെത്തേഡും കൂടി പ്രോഗ്രാം ചെയ്തിട്ടാണ് ആ പ്രൊഡക്റ്റ് വിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് ബോട്ടിൽസിൻ്റെ മുകളിൽ അത് എങ്ങനെയാണ് ആ ബാർകോഡ് ചെയ്തിരിക്കുന്നുള്ളതെന്ന് കാണിച്ചു തരാം. ഒരു സോഡ ബോട്ടിൽ ഇതിലിങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നതിൻ്റെ ഒരു ലേബിളുണ്ട്, ഒരു ബാർകോഡുണ്ട്. ബാർകോഡിൻ്റെ കുറച്ച് മുകളിൽ കണ്ടോ 10 cents എഴുതിയിട്ട് 10 cents റിഫണ്ട് അറ്റ് കളക്ഷൻ ഡെപ്പോസ്. ഇതാണ് സംഭവം. ഇത് ഇങ്ങനെയുള്ള പല ബോട്ടിൽസും നമുക്ക് ഡിസ്പോസ് ചെയ്തിട്ട് അതിൻ്റെ റിഫണ്ട് വാങ്ങിക്കാം. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, പ്രോസസ്സ് എന്ന് കാണിച്ചു തരാം. അപ്പം നമ്മളിട്ട 2 ബോട്ടിൽസും അതിലോട്ട് പോയി. അതിൻ്റെ വൗച്ചർ, ഇതേമാതിരി ഒരു വൗച്ചർ കിട്ടും. ഇത് പ്രസ് ചെയ്ത് ഈ വൗച്ചറിനകത്ത് ഇതിൻ്റെ എമൗണ്ട് 20 cents എന്ന് വന്നിട്ടുണ്ട്. ഇതേമാതിരി കുറച്ച് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു, അത് അപ്പുറത്തിട്ടോ, അതിൻ്റെ $2.40 കിട്ടി. ഇതാണ് ഇതിൻ്റെ പരിപാടി. ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കാരണം അധികം ഇതിലൊന്നും ചെയ്യാനില്ല. ഈ സംഭവം ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ഒരു ലേഡി വന്ന് ചെയ്തിട്ട് പോയി. ഈ സംഭവം ഗവൺമെൻറ്റിൻ്റെയാണ്, NSW ഗവൺമെൻറ്റിൻ്റെ. പിന്നെ കണ്ട, ഹൗ ടു ക്ലെയിം യുവർ 10 cents. നമ്മളിപ്പോൾ ചെയ്ത മാതിരി അതിലിട്ട് ആ റിസീപ്റ്റ് എടുത്തിട്ട് ആ വൗച്ചറിനെ കൊണ്ട് നമുക്ക് ഷോപ്പ് ചെയ്യാം. ഇതിപ്പം ഒരു എക്സാമ്പിളിന് ഞാൻ ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് മാത്രമേ പോകുള്ളൂ. ഇതിൽ 2ലും ഗ്ലാസ് മാത്രം. ഇതിൻ്റെ അകത്ത് കാർട്ടൺസ്, അതായത് ചെറിയ നമ്മുടെ ടെട്രാ പാക്ക് സാധനങ്ങൾ, കാർട്ടൺസിൽ വരുന്ന ജ്യൂസ്, പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ക്യാൻസ്, ഈ 2 മെഷീൻ്റെ 2 എൻട്രൻസും അതിനുള്ളതാണ്. 24 hours CCTV ഉണ്ടെന്നാണ് പറയുന്നത്.
ഇത് ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഈ പരിപാടികൾ ഇവിടെ എന്താ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ദാറ്റ്. ഇതോടുകൂടി എൻ്റെ ഈ കൊച്ചു പരിപാടി ഞാൻ മതിയാക്കുന്നു. വേറൊരു ദിവസം വേറൊരു വ്ലോഗായിട്ട് തിരിച്ചു വരാം. ഈ വ്ലോഗിൻ്റെ അടുത്തതിൻ്റെ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ജനറൽ വേസ്റ്റും പിന്നെ ഗ്രീൻ ട്രീസിൻ്റെ പിന്നെ വേസ്റ്റ്, പ്ലാസ്റ്റിക്, നമ്മൾ ജനറൽ പ്ലാസ്റ്റിക് വീട്ടിൽ ഇതല്ലാതെ ബോട്ടിൽസ് അല്ലാതെ വേറെയും പല സാധനങ്ങളുണ്ടല്ലോ, മിൽക്ക് ക്യാൻ, അതൊക്കെ ഡിസ്പോസ് ചെയ്യുന്നതും പിന്നെ അതെങ്ങനെ അവർ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ലാൻഡ് ഫില്ലിനും അതിനും ഇതിനൊക്കെ യൂസ് ചെയ്യുന്നുള്ളതും കൂടി ആ ടെക്നോളജിയും കൂടി ഞാൻ പറഞ്ഞുതരാം. ടിൽ ദെൻ, ഗുഡ് ബൈ.